ഒരു പുസ്തകത്തിന്റെ പേജ് തുറന്നപ്പോൾ ഒരു സ്വപ്നത്തിന്റെ വാതിൽ തുറന്നു. 2025-26 അധ്യയന വർഷത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാ വാരാചരണത്തിൽ മലപ്പുറം ഉപജില്ലയും ജില്ലാതലവും കടന്ന് തുടർച്ചയായി 3-ാം വർഷവും നമ്മുടെ സ്കൂൾ 1-ാം സ്ഥാനം സ്വന്തമാക്കി. ഇത് ഒരു വിജയം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും അധ്യാപകരുടെ സമർപ്പണവും ഒന്നിച്ചു ചേർന്ന ഒരു അഭിമാനയാത്ര. മണ്ണിന്റെ മണമറിയുന്ന പോരാളികൾ, കയ്യിൽ കരുത്ത്, മനസ്സിൽ ജയം. 2023 മുതൽ തുടർച്ചയായി മലപ്പുറം സബ് ജില്ലയിൽ കബഡി ചാമ്പ്യന്മാർ. 2024-ൽ സബ് ജില്ലയിൽ 1-ാം സ്ഥാനം, ജില്ലാതലത്തിൽ 3-ാം സ്ഥാനം. 2025-26-ൽ വീണ്ടും അതേ ആവേശം. സബ് ജില്ലയിൽ 1-ാം സ്ഥാനം, ജില്ലയിൽ 2-ാം സ്ഥാനം. ഈ വിജയയാത്രയ്ക്കിടയിൽ 3 താരങ്ങൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ അവസരം. അവിടെ പോലും അവർ തെളിയിച്ചത് നമ്മുടെ സ്കൂളിന്റെ ശക്തി തന്നെയായിരുന്നു. വീഴാതെ, തളരാതെ വിജയത്തിലേക്ക് മുന്നേറുന്ന ഈ കബഡി പോരാളികൾ ഇനി ഉയരങ്ങൾ കീഴടക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാതയിൽ മലപ്പുറം സബ് ജില്ലയിൽ തന്നെ 3-ൽ-1 സ്വന്തമാക്കി നമ്മുടെ സ്കൂൾ അഭിമാന നേട്ടം കൈവരിച്ചു. ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടുപിടിപ്പിച്ച്, വിശേഷിച്ച് ആര്യവേപ്പ് മരങ്ങളിലൂടെ പ്രകൃതിയോട് കൈകോർത്ത മുന്നേറ്റം. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പസിനെ ഹരിത സ്വർഗമാക്കി മാറ്റിയ ഈ വിജയം ഹരിതസേനയിലെയും ശുചിത്വ ക്ലബ്ബിലെയും കുട്ടികളുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. ഈ പൊൻതൂവൽ ചിട്ടയായ പരിശീലനം, ദൃഢമായ ലക്ഷ്യം, ഒരുമിച്ചുള്ള പരിശ്രമം. ഈ സമർപ്പണത്തിന്റെ ഫലമായി 21 കുട്ടികൾക്ക് കരാട്ടയിൽ യെല്ലോ ബെൽറ്റ് നേടി അഭിമാന നിമിഷം. കൈവിട്ടിട്ടില്ലാത്ത ആത്മവിശ്വാസവും അടിയുറച്ച പരിശ്രമവും ചേർന്നപ്പോൾ വിജയം സ്വയം വഴിമാറിയെത്തി. ഇതൊരു നേട്ടമല്ല, ഇത് തുടക്കമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാനുള്ളത്. മികവിന്റെ പാതയിൽ വീണ്ടുമൊരു തിളക്കമുള്ള നേട്ടം. കോഡൂർ പഞ്ചായത്ത് കലാമേളയിൽ 2nd ഓവറോൾ. മലപ്പുറം സബ് ജില്ലാ അറബിക് കലാമേളയിൽ ഓവറോൾ 2nd. പ്രതിഭയും പരിശ്രമവും കൈകോർത്തപ്പോൾ നമ്മുടെ സ്കൂൾ വീണ്ടും അഭിമാനമായി ഉയർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് പുതിയ ദിശകൾ തുറന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി നടപ്പിലാക്കിയ ഇക്കോസെൻസ് സ്കോളർഷിപ്പിന് നമ്മുടെ സ്കൂളിലെ ഫയാസ് 6B, ഹിസ ഫാത്തിമ 6B, ഷിഫ 6B, അംന 6B, റിയ 7B എന്നീ 5 വിദ്യാർത്ഥികൾ അർഹരായി. ശുചിത്വ ക്ലബിലെയും ഹരിതസേനയിലെയും ഈ കുട്ടികൾ അവരുടെ സ്വന്തം വീടുകളെ തന്നെ ഒരു പരിസ്ഥിതി പഠനശാലയാക്കി മാറ്റി. ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലാസ്റ്റിക് ജാർ ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ, കരിയില പച്ചക്കറി കമ്പോസ്റ്റ് നിർമ്മാണം, പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വിവിധ ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ, ഇതിനൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും. ഇവയെല്ലാം അവർ നിശബ്ദമായി ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമല്ല, പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വത്തിന്റെ തെളിവുകളാണ്. 2024-25 അധ്യയന വർഷത്തിൽ മികവിന്റെ പുതുവഴികൾ തുറന്ന് 20 കുട്ടികൾ USS നേടി, 8 കുട്ടികൾ LSS നേടി. വിജയത്തിന്റെ ഈ പൊൻതൂവലുകൾ കൊണ്ട് സ്കൂളിന് അഭിമാനമായി മാറിയ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. KG വിഭാഗം ടാലന്റ് സെർച്ച് പരീക്ഷയിൽ 129 കുഞ്ഞുങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു. അതിൽ 7 കുട്ടികൾ 1-ാം, 2-ാം, 3-ാം റാങ്കുകൾ നേടി മികവിന്റെ മുകളിലെത്തി. 30 കുട്ടികൾ A+ഓടെ ഡിസ്റ്റിങ്ഷൻ, 35 കുട്ടികൾ A+. ബാക്കി എല്ലാ കുട്ടികളും A ഗ്രേഡ് നേടി വിജയത്തിന്റെ മനോഹര പാതയിൽ ചുവടുവെച്ചു. നമ്മുടെ കുഞ്ഞു താരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഗണിതശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താനായി നടത്തുന്ന ന്യൂമാത്സ് പരീക്ഷയിൽ ഉപജില്ലാതലത്തിൽ ഉന്നത വിജയം നേടി ജില്ലാതലത്തിൽ വിദ്യാലയത്തെ അഭിമാനത്തോടെ പ്രതിനിധീകരിച്ച നമ്മുടെ പ്രിയ വിദ്യാർത്ഥി മുഹമ്മദ് CU 7A. ശ്രമവും ശാസനയും ചേർന്നപ്പോൾ വിജയം അനിവാര്യമായി.
ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപാൻ പരീക്ഷയിൽ 100% വിജയം നേടി നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറിയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ടീമിന് അഭിവാദ്യങ്ങൾ. അവരുടെ കഠിനാധ്വാനവും സംഘബോധവും വിജയത്തിന്റെ ഉയരങ്ങളിലേക്കെത്തിച്ചു. ഇത് ഒരു വിജയം മാത്രമല്ല, ഇതൊരു പ്രചോദനമാണ്, ഒരു മാതൃകയാണ്. നമ്മുടെ സ്കൂളിന്റെ അഭിമാന നക്ഷത്രങ്ങൾക്കു ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്മളെ നമ്മളാക്കുന്നത് നല്ല സൗഹൃദങ്ങളാണ്. ഈ മനോഹരമായ ആശയവുമായി ഉമ്മത്തൂർ AMUP സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളും പങ്കെടുക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പായ ഹൃദയപൂർവ്വം ചങ്ങാതിക്ക് ഉജ്ജ്വല തുടക്കമായി. 30, 31, 1 തീയതികളിലായി നടക്കുന്ന ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യാപകനുമായ പാലത്തിങ്ങൽ അബ്ദുസലാം നിർവഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ അൻവർ ടി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ സ്മരണയായി കാളികാവ് അൽവാൻ നഴ്സറി സ്പോൺസർ ചെയ്ത വിവിധ ഫലവൃക്ഷങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചു. സൗഹൃദവും സഹവാസവും ജീവിത മൂല്യങ്ങളും ഒന്നിച്ചു ചേരുന്ന ഈ ത്രിദിന ക്യാമ്പ് ഇതൊരു പരിപാടിയല്ല, നമ്മുടെ സ്കൂളിന്റെ ഐഡന്റിറ്റിയാണ്. മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഒപ്പ്, ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പതിയുന്ന ഒരു ജീവിതപാഠം. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ലോകം തുറക്കുന്നു. അവധിക്കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും വായനയിലേക്ക് കൈപിടിച്ച് നയിക്കാൻ AMUP സ്കൂൾ ഉമ്മത്തൂർ ആരംഭിച്ച് അയൽപ്പക്ക ലൈബ്രറി പദ്ധതി 6ാം വർഷത്തിലേക്ക്. KV ഹഫ്സത്ത് ടീച്ചറുടെ ആശയത്തിൽ 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ ലൈബ്രറികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം നിർവഹിച്ചത് KV ഹഫ്സത്ത്, മുൻ ലൈബ്രറിയൻ, CH ഫാത്തിമ ടീച്ചർ, മുൻ അധ്യാപിക, KM അബ്ദുള്ള, മുൻ ഹെഡ്മാസ്റ്റർ, ഹംസ ഒട്ടുമ്മൽ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ, K അബ്ദുള്ള, ഹഫ്സത്ത് ഉസ്മാൻ, കുഞ്ഞാലൻകുട്ടി മാസ്റ്റർ, മുൻ ഹെഡ്മാസ്റ്റർ, K അബ്ദുള്ള, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എന്നിവരാണ്. വായനയുടെ വെളിച്ചം പകരുന്ന ഈ ശ്രമത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. മഞ്ചേരി ആകാശവാണിയിലെ ബാലലോകം പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. സ്കൂൾ കുട്ടികൾ നേരിട്ട് അവതരിപ്പിക്കുന്ന റേഡിയോ പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന ആദ്യ അനുഭവം കൂടിയായിരുന്നു ഇത്. 19 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ പരിപാടിയിലൂടെ ശബ്ദലേഖനം, പ്രക്ഷേപണം എന്നിവയുടെ സാങ്കേതിക വശങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് പഠിക്കാൻ സാധിച്ചു. ആകാശവാണി FM നിലയത്തിലെ പ്രോഗ്രാം ഓഫീസർ മുനീർ ആമയൂർ റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും വിവരിച്ചു നൽകി. ഏപ്രിൽ 5, 12 തീയതികളിൽ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. അഭിമാന നിമിഷങ്ങൾ. നമ്മുടെ കുഞ്ഞു പ്രതിഭകൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പഠനത്തിന്റെ ആദ്യപടി, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തുടക്കം. ആ തുടക്കത്തെ ആഘോഷമാക്കി മാറ്റി KG വിഭാഗം കുട്ടികളുടെ കോൺവൊക്കേഷൻ സെറിമണി വർണ്ണാഭമായി സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങളുടെ പഠനയാത്രയിലെ ആദ്യ നേട്ടങ്ങളെ ആദരിച്ച് അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിലായിരുന്നു പരിപാടിയുടെ എല്ലാ ഘട്ടങ്ങളും. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ഷാജി. ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അടിപ്പറയായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചടങ്ങിൽ മാനേജിംഗ് പ്രതിനിധി T മുഹമ്മദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് യൂസഫ് തറയിൽ, ജാഗ്രതാ കമ്മിറ്റി ചെയർമാൻ പൈക്കാടൻ ഹംസ, വാർഡ് മെമ്പർ ആബിദ PK, പൂർവ്വ വിദ്യാർത്ഥി മിഥുൻ ലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുഞ്ഞുങ്ങളുടെ ചിരിയും ആവേശവും നിറഞ്ഞ ഈ കോൺവൊക്കേഷൻ വേദി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മറക്കാനാവാത്തൊരനുഭവമായി മാറി. ഈ നേട്ടങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ വർഷം നമ്മുടെ വിദ്യാലയം കുറിച്ച അഭിമാന കഥയാണ്. പക്ഷേ ഈ വിജയങ്ങൾ അക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഒരുപാട് കൈകളും ഹൃദയങ്ങളുമാണ്. പിന്തുണ നൽകിയ PTA പ്രതിനിധികൾ, അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച അധ്യാപകർ, അനന്തമായ വിശ്വാസം നൽകിയ രക്ഷിതാക്കൾ, എപ്പോഴും കൂടെയുണ്ടായ നാട്ടുകാർ, മുൻപോട്ടു നീങ്ങാൻ സ്വപ്നം കണ്ട വിദ്യാർത്ഥികൾ. ഇവരുടെ ഓരോ ചെറിയ ശ്രമവും ചേർന്നാണ് ഈ വലിയ വിജയങ്ങൾ പിറന്നത്. അതുകൊണ്ടുതന്നെ ഈ നേട്ടങ്ങൾ നമ്മുടെ സ്കൂളിന്റെ മാത്രമല്ല, നമ്മൾ ഒന്നിച്ചുള്ള ഒരു വിജയകഥയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.